ലുത്തിനിയ എന്താണെന്ന് ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ലുത്തിനിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ലിറ്റനി എന്ന് പറയുന്നതാണ് ലുത്തിനിയ. അതിൻ്റെ ഏതാണ്ട് അർത്ഥം അതൊരു ഒരു എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നാമജപം പോലെയെന്നോ അല്ലെങ്കിൽ അത് കീർത്തനം പോലെയെന്നോ ഒക്കെ പറയാവുന്ന ഒരു വാക്കാണ് ലിറ്റനി. അപ്പോൾ ഈ ഉരുളികുന്നത്തെ പറ്റി വലിയൊരു ഭൂമിശാസ്ത്രം കൂടെ പറഞ്ഞാൽ ഒരുപക്ഷെ ഉരുളികുന്നം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണത്. ഉരുളികുന്നം അറിയാവുന്നവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ കോട്ടയത്ത് നിന്ന് 23 കിലോമീറ്ററാണ് പാലായ്ക്കുള്ള ദൂരം. കോട്ടയത്ത് നിന്ന് 32 കിലോമീറ്ററാണ് പൊൻകുന്നം എന്ന സ്ഥലത്തേക്കുള്ള ദൂരം. പൊൻകുന്നത്തിനും പാലായ്ക്കും തമ്മിലുള്ള ദൂരവും 23 കിലോമീറ്ററാണ്. പൊൻകുന്നം പാല റോഡിൽ ഏതാണ്ടൊരു മധ്യഭാഗത്ത് നിന്ന് പറയാവുന്ന ആണ് ഉരുളികുന്നത്തേക്കുള്ള പ്രവേശനം അവിടെയാണ്. അത് ഉരുളികുന്നത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ചെറിയ ടൗൺ എന്ന് പറയാവുന്നത് നമ്മുടെ പൈകയായിരിക്കും. പൈകയാണ്. പൈക എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ പാല ആൻഡ് പൊൻകുന്നം. അപ്പോൾ അവിടെയാണ് നമ്മുടെ സക്കറിയ ജനിച്ചു വളർന്നത്, പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ 4 സക്കറിയമാരുണ്ട്. ഒന്ന്, അദ്ദേഹം സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന MB സക്കറിയ എന്ന് പറയുന്ന ഒരാളുണ്ട്. MB സ്കറിയ, സക്കറിയല്ല, MB സ്കറിയ. ഇപ്പോൾ വാസ്തവത്തിൽ MB സ്കറിയ ഇല്ലാതായി. അദ്ദേഹം എഴുത്തുകാരനായപ്പോൾ അത് സക്കറിയായി. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ പോൾ സക്കറിയായി. അദ്ദേഹം പ്രിയപ്പെട്ടവരെ വിളിക്കുന്നത് കറിയാച്ചൻ എന്നാണ്. അപ്പോൾ അങ്ങനെ 4 സക്കറിയമാർ നമ്മുടെ വായനയുടെയും ജീവിതത്തിൻ്റെയും എഴുത്തിൻ്റെയും ഒക്കെ വഴികളിൽ 4 പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 4 പേരിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഉരുളികുന്നത്തിന് ലുത്തിനിയ പൂർത്തിയാവും. അങ്ങനെയാണ് നമ്മുടെ ഒരു ആലോചന. വാസ്തവത്തിൽ ഒരുപക്ഷെ കറിയാച്ചൻ്റെ സക്കറിയയുടെ വായനക്കാർക്കറിയാം അദ്ദേഹത്തിൻ്റെ ബാല്യകാല അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇവല്യൂഷനെ പറ്റി അദ്ദേഹം പലയിടത്തും ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ഇപ്പോൾ യേശുപുരം ലൈബ്രറി, അപ്പോൾ അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടോയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഉരുളികുന്നത്ത് അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടെന്ന് അങ്ങനെ ഇല്ലെങ്കിൽ അതുപോലെ ഒരു ലൈബ്രറി അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ നമുക്കറിയാം സാധാരണ സക്കറിയയുടെ എഴുത്തിൽ ഒരു നിർണായകമായ സ്വാധീനമായി ബൈബിളുണ്ട്. പക്ഷെ നമ്മൾ ബൈബിൾ വായിക്കുന്നത് പോലല്ല അദ്ദേഹം വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബൈബിളിലെ ക്രിസ്തു, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന ക്രിസ്തു എന്ന് പറയുന്നത് സൈക്കിൾ ഓടിക്കുന്ന, പെരുവഴിയെ നടന്നു പോകുന്ന, കണ്ണാടി കാൺമോളും എന്ന കഥയിലൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അത്തരം ഒരു ക്രിസ്തുവിനെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ബൈബിളാണ്, അത്തരം ഒരു വേദപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ 4 സക്കറിയമാരും അല്ലെങ്കിൽ 4 കറിയാച്ചന്മാരും ഇവോൾവ് ചെയ്തതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് കറിയാച്ചൻ തന്നെ ആ ബാല്യകാല ഉരുളികുന്നത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിതിരിഞ്ഞു പോയതും എഴുത്തിൻ്റെ ആ വഴികൾ തെളിഞ്ഞു വന്നതുമായ ആ തുടക്കത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി ജോസെ. ഇതൊരു വളരെ വിപ്ലവകരമായ ഒരു ജീവിതമൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഇപ്പം എൻ്റെ ഒരു അയൽവക്കംകാരൻ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, VC തോമസ്. ഞങ്ങളെല്ലാം ഉരുളികുന്നംകാരാണ്. അതൊരു വളരെ ശുദ്ധഗതിക്കാരായ മനുഷ്യരും വെറും ചെറിയ കർഷകരും, ധനികരൊന്നും പോലും അധികമില്ല ഉള്ള ചെറിയ കർഷകരും പണിക്കാരും കൂലിപ്പണിക്കാരും ആയിട്ടുള്ള 3 മതസ്ഥരും, പ്രത്യേകിച്ച് 2 മതസ്ഥരും എന്ന് ഞാൻ പറയാം. കാരണം ഞങ്ങളുടെ ആ പ്രദേശത്ത് അക്കാലത്ത് അധികം മുസ്ലിങ്ങളില്ലായിരുന്നു. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടി ഇടകലർന്ന് കൃഷി ചെയ്ത് അടിസ്ഥാനപരമായിട്ട് അവിടെ മുഴുവനും കൃഷിക്കാരുടെ നാടാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ശക്തിമത്തായ ഒരു സ്ഥാപനം എന്ന് എനിക്ക് പറയാവുന്നത്, ഇപ്പം ഇവിടെ കാസിനോ ഹോട്ടലിൻ്റെ ഉടമസ്ഥർക്ക് കാസിനോ ഹോട്ടലിൻ്റെ ഉടമസ്ഥർക്ക് അവിടെ ഒരു
അക്കാലം എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ തൊട്ട് അവിടെ ഒരു വലിയ തോട്ടമുണ്ട്. ഒരു 400 ഏക്കർ 500 ഏക്കർ വരുന്ന ഒരു തോട്ടം. അവരുടെ പല തോട്ടങ്ങളിലൊന്ന്. അതായിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 എന്താ അവിടെ ആ പ്രദേശത്തെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോരുന്നത്. അപ്പോൾ എൻ്റെ അപ്പൻ ഒരു കർഷകനായിരുന്നു. 100% കർഷകൻ മാത്രമായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് പുസ്തകം വായനക്കാരനായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് അറിയാവുന്നത് പോലെ ഞങ്ങളൊക്കെ വളരുന്ന ആ കാലത്ത് 50കളിൽ ക്രിസ്ത്യാനികൾക്ക് ഇരിപ്പുണ്ട്. എൻ്റെ ഒരു നീസ് ഇവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അത് കുടുംബരഹസ്യങ്ങളൊന്നും ഇനി ഇവിടെ പറയാൻ പറ്റുകയില്ല. അതെ. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പുസ്തകം വായന ഒട്ടും അത് വിലക്കപ്പെട്ടതായിരുന്നു. ക്രിസ്ത്യാനികൾ വീട്ടിൽ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെക്കാറില്ല. വാങ്ങിച്ചു വെച്ചാൽ പള്ളിയിൽ നിന്ന് ഉള്ള പിടുത്തം വരും. വാസ്തവത്തിൽ ബൈബിൾ പോലും ഞാൻ കത്തോലിക്കരുടെ കാര്യമാണ് പറയുന്നത്. ക്രിസ്ത്യാനി എന്നുള്ളത് ഒരു ജനറിക് ടേമാണ്. കത്തോലിക്ക കുടുംബങ്ങളിൽ ആ പ്രദേശത്ത് പ്രത്യേകിച്ച് ബൈബിൾ പോലും അനുവദിച്ചിട്ടില്ല. കാരണം ബൈബിള് വായിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി സാധാരണ വിശ്വാസികൾക്കില്ല. അത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് വിശ്വാസികൾ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതായിരുന്നു അക്കാലത്തൊക്കെ ഉള്ള ഇത്. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പൻ എങ്ങനെയാണ് ഒരു വായനക്കാരനായി തീർന്നത് എന്ന്. പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തൊട്ട് പുസ്തകങ്ങളുണ്ട്. ഒരു മാർത്താണ്ഡവർമ്മയൊക്കെ തൊട്ട് അന്ന് മനോരമയ്ക്കൊരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, മനോരമ പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞ്. അവിടുന്ന് വളരെ രസകരങ്ങളായ അഡ്വഞ്ചർ വീരസാഹസിക കഥകളുടെ അതായത് ഇംഗ്ലീഷ് പുസ്തകങ്ങളെ മലയാളീകരിച്ച അത് വരുമായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അറബിക് കഥകൾ, CV കുഞ്ഞിരാമൻ്റെ അറബിക് കഥകൾ എന്നും പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. എന്നെ വാസ്തവത്തിൽ ജോസ് പറഞ്ഞതിന് കൃത്യമായിട്ട് ഉത്തരം പറയണത്, എൻ്റെ ഭാവനയെ ഒരുക്കിയെടുത്ത ഒരൊറ്റ പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CV കുഞ്ഞിരാമൻ്റെ അറബിക് കഥകളാണ്. കാരണം ഉരുളികുന്നം പോലെയുള്ള ഒരു സെമി കാട്ട് പ്രദേശത്തിരുന്ന് അറബിക് കഥകൾ എന്നെ കൊണ്ടുപോയത് എനിക്കൊരിക്കലും സ്വപ്നം കാണാൻ വയ്യാത്ത അത്ഭുത ലോകങ്ങളിലേക്കാണ്. വാസ്തവത്തിൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം പോലും പൊറ്റക്കാടിനെ വായിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ കടന്നു കയറുന്നത് ഈ അറബിക് കഥകളുടെ വായനയിലൂടെയാണ്. അതിന്ന് കിട്ടാനില്ല. ഈയിടെ കൊല്ലത്ത് ഒരു പഴയ ലൈബ്രറിയിൽ അതിൻ്റെ കുറേ അധ്യായങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിപ്പം CV കുഞ്ഞിരാമൻ്റെ ഗ്രാൻഡ് സൺ ഹാഷിം രാജൻ അത് പുനഃപ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അറബി കഥകൾ 1001 രാവുകൾ വായിക്കാത്തവരാരുമില്ല. അതിൻ്റെ പഴയ വേർഷൻസൊക്കെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാക്കിയ പുസ്തകം, ഒറ്റ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതായിരുന്നു. അപ്പോൾ ഈ പുസ്തകം വായിച്ച് വളർന്നവനാണ്. അപ്പോൾ ഞാൻ എഴുത്തുകാരനായതിൻ്റെ പുറകിൽ ഒറ്റ കാരണമുള്ളൂ, ഞാൻ വായനക്കാരനായിരുന്നു കൊണ്ട് മാത്രം. ഞാനൊരു പുസ്തക പുഴുവായിരുന്നു. അപ്പം അമ്മയും നന്നായിട്ട് പുസ്തകം വായിക്കുമായിരുന്നു. അപ്പോൾ ഇവരെന്നെ ചുറ്റുപാടുള്ള ഗ്രാമീണ വായനശാലകളിൽ പുസ്തകം എടുത്തുകൊണ്ട് വരാൻ വിടുമായിരുന്നു. അതെടുക്കുക, തകഴിയെ എടുക്കുക, കേശവദേവനെ എടുക്കുക, ഇത് കൊണ്ടുപോകുക അപ്പോൾ ഒന്നും പറഞ്ഞ് എന്നെ വിടുക. ഒരു 10-12 ഒറ്റയ്ക്ക് യാത്രയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നാൽ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും എടുത്ത് നോക്കും. എനിക്കിഷ്ടമുള്ള 1-2 പുസ്തകങ്ങൾ എടുക്കും. അങ്ങനെ ഒരു പുസ്തകപ്പുഴുവായിട്ട് മാറി. അന്നൊന്നും വായിക്കാനുള്ള താല്പര്യമല്ലാതെ എഴുത്തുകാരനാകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആശയം പോലും നമ്മുടെ മനസ്സിലില്ല, ഒരിക്കലും ഇല്ലായിരുന്നു. അപ്പം ഇതാണ് എന്നെ വളർത്തിയത് എൻ്റെ ജീവിതത്തിൽ. അപ്പോഴത്തെ ഞാൻ 16 വയസ്സിൽ പ്രീ ഡിഗ്രി പാസ്സായിട്ട് കേരളം വിട്ട് മൈസൂരിന് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ എന്താ പറയേണ്ടത്, പൊങ്ങച്ചം പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മലയാളത്തിലുള്ള ഏതാണ്ട് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു തീർത്തിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം എൻ്റെ തലയ്ക്കകത്തും എവിടെയൊക്കെ ആയിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ 16 വയസ്സിൽ കേരളം വിട്ട് മൈസൂരിലേക്ക് പോകുന്നത്. ഞാനൊരു നടക്കുന്ന പുസ്തക ശേഖരമായിട്ടാണ് പോകുന്നത്. എൻ്റെ തല മുഴുവനും പൊറ്റക്കാടും മാധവിക്കുട്ടിയും കേശവദേവും പൊൻകുന്നം വർക്കിയും ഒക്കെയാണ് എൻ്റെ തലയ്ക്കകത്ത് മുഴുവനും.
ഞാൻ അധികം കവിതയൊന്നും അക്കാലത്ത് വായിച്ചിട്ടില്ല. ഫിക്ഷനായിരുന്നു എൻ്റെ ജീവിതം, 100% ഫിക്ഷൻ. അക്കാലത്തുള്ള എല്ലാ ഡിറ്റക്റ്റീവ് നോവലുകളും, അന്നൊക്കെ ധാരാളം ഡിറ്റക്റ്റീവ് നോവലുകളുണ്ടായിരുന്നു. ബാറ്റൺ ബോസിൻ്റെ ഒന്നും കാലമല്ല, അതിനൊക്കെ മുമ്പുള്ള കുറേ മഞ്ഞ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദുർഗാപ്രസാദ് ഖത്രിയുടെ പിന്നെ ഇതുകൾ ഇതുപോലെയൊക്കെയുള്ള അത്ഭുത പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പം ജോസിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഞാനൊരു എഴുത്തുകാരനായി തീർന്നത് എങ്ങനെയെന്ന് ഞാൻ പിന്നോട്ട് നോക്കുമ്പം ഇതായിരുന്നു ഇതിൻ്റെ രഹസ്യം. ഇതാണ്. അപ്പം അതിനകത്ത് എൻ്റെ അപ്പൻ ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു, അതൊക്കെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നല്ലാതെ എൻ്റെ അപ്പൻ പുസ്തക വായനക്കാരനായതിൻ്റെ കാരണം എന്തായിരിക്കാം എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അദ്ദേഹം ഇടതുപക്ഷക്കാരനായതുകൊണ്ടായിരുന്നു പുസ്തകം വായനക്കാരനായത്. അതുകൊണ്ടാണ് പുസ്തകം വീട്ടിൽ വാങ്ങിച്ചു വെച്ചതും പിള്ളേരെ ഞങ്ങളെല്ലാവരെയും വായിക്കാൻ അനുവദിച്ചതും. അപ്പോൾ ഇടതുപക്ഷം അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന് തുടർച്ചയായിട്ട് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാസ്തവത്തിലെ സക്കറിയയുടെ ഉൾപ്പെടെ നമുക്ക് ലോക സാഹിത്യത്തിലെ ഈ ബൈബിൾ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് എഴുത്തുകാർ നമ്മുടെ ഇപ്പോഴും ആ ഒരു ബിബ്ലിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ബിബ്ലിക്കൽ അനാളജീസ് ഒക്കെ വരുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സക്കറിയയുടെ രചനകളിലെ ബൈബിളിൻ്റെ ഒരു സ്വാധീനം ആദ്യകാലം തൊട്ട് തന്നെ വളരെ വളരെ പ്രകടമാണെന്ന് നമുക്ക് പറയാം. അത് ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കൂടുതലും ആ ലാംഗ്വേജിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത് കൂടുതലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെങ്ങനെയാണ് ഈ ബൈബിൾ ഏതൊക്കെ തരത്തിൽ കറിയാച്ചനെ സ്വാധീനം ചെലുത്തി കറിയാച്ചൻ എന്ന മട്ടിലൊന്ന് പറയാമോ? ബൈബിള് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ബൈബിൾ ഒരു 16 വയസ്സിൽ മൈസൂരിലെത്തുന്നത് വരെ ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. പള്ളിക്കൽ അച്ഛൻ വായിക്കുന്ന ഞായറാഴ്ച കുർബാനയുടെ സമയത്ത് ബൈബിളിൽ നിന്ന് 1-2 പാസേജസ് ആ കുർബാനയുടെ ഭാഗമാണ്, അത് വായിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനപ്പുറത്തോട്ട് എനിക്ക് ബൈബിളുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പം അത് വായിക്കും, കേൾക്കും. എൻ്റെ വീട്ടിലും ബൈബിളില്ല. അങ്ങനെ ഞാൻ മൈസൂർ ചെന്ന് ഇംഗ്ലീഷ് സാഹിത്യം പ്രധാന വിഷയമായിട്ടെടുത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അപ്പോൾ അതിലെ ഇംഗ്ലീഷ് ഭാഷാ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കിങ് ജെയിംസ് ബൈബിൾ പഠിക്കണം. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഒരു ബൈബിൾ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ബൈബിളാണ്. ഇതാണ് ഞാൻ ആദ്യം കണ്ടെത്തുന്ന ബൈബിൾ. അപ്പം ഞങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് അതിൽ നിന്ന് കന്നഡയിലെ വളരെ പ്രശസ്ത മഹാകവിയായ ഗോപാലകൃഷ്ണൻ അടികയാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനായ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം കവിയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം ഒരു മഹാനായ അധ്യാപകനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടും. അപ്പം അടിക സാറാണ് എന്നെ ബൈബിളിൽ കൂടി കടത്തിക്കൊണ്ട് പോകുന്നത്. ബൈബിളിൽ കൂടിയും തൊട്ട് T.S. എലിയട്ട് വരെ, അതിനും അപ്പുറത്തോട്ട് W.H. ഓഡനും എല്ലാം വരെ സാറാണ് ഞങ്ങളെല്ലാം പ്രധാനമായിട്ടും കടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ബൈബിൾ എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് കണ്ടെത്തുന്നത്. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ബൈബിളിൻ്റെ ഒരു കോപ്പി, ഒരു ഇംഗ്ലീഷ് ബൈബിളിൻ്റെ കോപ്പി പാഠപുസ്തകമായതുകൊണ്ട് ഞാൻ മേടിച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ മേശപ്പുറത്ത്, എൻ്റെ ലോഡ്ജിലെ മുറിയിലെ മേശപ്പുറത്തുണ്ട്. അവിടുന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ അതൊക്കെ എടുത്ത് വായിച്ചു നോക്കും. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഒരു വേദപുസ്തകമോ എന്തെങ്കിലും ഒരു അതിശയ പുസ്തകമോ മഹത്തായ പുസ്തകമോ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു പാഠപുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ ആ പുസ്തകം എൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യത്തെ കഥ എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുക്കുമ്പോൾ 63 അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഈ MP സ്കറിയ എന്നുള്ള പേര് വളരെ മോശവും തരം താഴ്ന്നതാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഞാനൊരു പുതിയ പേരിന് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് ബൈബിളിൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ നിയമത്തിൻ്റെ അവസാനത്തേൻ്റെ തൊട്ട് മുമ്പിലത്തെ അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ പേര് സക്കറിയ എന്നാണ്. അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി എൻ്റെ പേരിൻ്റെ ഒറിജിനലാണ് ആ കിടക്കുന്ന, സ്കറിയയുടെ ഒറിജിനലാണ് സക്കറിയ. ഞാൻ ആ സക്കറിയയെ കടം വാങ്ങിച്ചാണ് എൻ്റെ ആദ്യത്തെ കഥ എഴുതി മാതൃഭൂമിക്ക് അയക്കുന്നത്. മാതൃഭൂമി അത് സക്കറിയ എന്നുള്ള പേരിൽ അച്ചടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സഹായം കൂടി ബൈബിൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് ബൈബിളിനെ പറ്റി പ്രത്യേകിച്ച് ഒരു ധാരണയില്ല.
അപ്പം ഞങ്ങൾ പഠിക്കുന്ന കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓൾഡ് ടെസ്റ്റമെൻറ്റും ഉണ്ട്. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞോട്ടെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. പുതിയ നിയമമാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ. അപ്പം അതൊക്കെയാണ് ഞാൻ വായന. പിന്നെ എൻ്റെ മലയാളത്തിൽ നിന്ന് എൻ്റെ വായന പൂർണ്ണമായിട്ടും, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ, പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലേക്ക് മാറി. ഇംഗ്ലീഷിലേക്ക് മാറുമ്പോഴത്തേക്കും നമ്മൾ ചരിത്രവും ഫിലോസഫിയും പുതിയ ചിന്തകളും ഒക്കെ വായിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് എന്താണ് യഥാർത്ഥ യേശുവിനെ സംബന്ധിച്ച്. യേശു എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു, ഒരു ദൈവമായിരുന്നില്ല. നിങ്ങളെ എന്നെയും പോലെയൊക്കെയുള്ള ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു അസാധാരണ പ്രഭാഷകനായിരുന്നു, ഒരു ധീരനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്മേൽ നമ്മളെല്ലാവരും കൂടി ദൈവികത്വം അടിച്ചേൽപ്പിച്ച് ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞു, ഈ തിരിച്ചറിവ്, യേശുവിനെ നമ്മൾ നമ്മുടേതായിട്ട് കണ്ടുപിടിക്കണം. പുരോഹിതന്മാർ നമുക്ക് തരുന്ന യേശു അല്ല യേശു. അതേസമയം നമ്മളുടേതായിട്ട് കണ്ടുപിടിക്കാൻ ഏത് ശിശുവിനും മനസ്സിലാക്കാവുന്ന രീതിയിൽ പുതിയ നിയമത്തിൻ്റെ താളുകളിൽ ആ മനുഷ്യനെ പച്ചയ്ക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ 4 സുവിശേഷകർ ചെയ്തത്. അവർക്ക് പൊടിപ്പും തൊങ്ങലുമില്ല, അവർക്ക് അലങ്കാര വാക്കുകളില്ല. അതാണ് ജോസ് പറഞ്ഞ ഒരു അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വെച്ചുകെട്ടില്ലാത്ത ഒരു ഭാഷയിൽ അവർ യേശുവിനെ അവതരിപ്പിച്ചു. അവരതിനകത്ത് ചെയ്ത ഏക തിരിമറി എന്ന് നമുക്ക് വിളിക്കാവുന്നത്, അവർ യേശുവിൻ്റെ മേൽ ഈ അത്ഭുതങ്ങൾ അടിച്ചേൽപ്പിച്ചു. വെള്ളം വീഞ്ഞാക്കി, 5 മീനിനെ 5000 ആക്കി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് അന്നത്തെ വിൽപ്പനയുടെ ഭാഗമായിരുന്നു. അതൊന്നും പറഞ്ഞില്ലെങ്കിൽ യു കനോട്ട് സെൽ എ പ്രോഫറ്റ്. അത്ഭുതം കാണിക്കുന്നവനാണ് എന്നുള്ള അത് ആ വിൽപ്പന ആവശ്യമായിരുന്നു. അപ്പം ഇതാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒത്തിരി കാലമെടുത്തു. ഇത് മനസ്സിലാക്കിയതിന് ഇപ്പോഴാണ് ഇതും മനസ്സിലാക്കി കത്തോലിക്ക സഭയുടെ യഥാർത്ഥ ചരിത്രം എന്താണ്, അതിൻ്റെ രക്തരൂക്ഷിതമായ ചരിത്രം എന്താണ്, എന്തുമാത്രം ചോരയാണ് അത് യൂറോപ്പിലും ലോകമൊട്ടാകെ ഒഴുക്കിയിരിക്കുന്നത്, ഇതെല്ലാം കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഇതൊരു കോർപ്പറേറ്റ് സാമ്രാജ്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പിന്നെയും വർഷങ്ങളെടുത്തു. അപ്പോൾ മാത്രമേ എനിക്ക് വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തുചാടാൻ പറ്റുകയുള്ളൂ. അപ്പം ബൈബിൾ വഴി തന്നെ എൻ്റെ മേലൊരു വിശ്വാസം വന്നു ചേർന്നു. ബൈബിൾ വഴി തന്നെ എനിക്ക് അതിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റി എന്നുള്ളതാണ് ബൈബിളിൻ്റെ എൻ്റെ മേലുള്ള സ്വാധീനം. പുറത്ത് ചാടുമ്പം എൻ്റെ കയ്യിലുള്ള അതിൽ നിന്ന് കിട്ടിയ ടേക്ക് അവേ എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് യേശു എന്ന് പറയുന്ന മനുഷ്യൻ. ദാറ്റ് ഈസ് എ ടേക്ക് അവേ. ഞാൻ വായിച്ചിട്ടുള്ള, നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ മനുഷ്യനെ, ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും മാന്യന്മാരായ മനുഷ്യരിൽ ഒരാളാണ് യേശു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമാണ്, ഗാന്ധിജിയോട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ വേറെ പലരോടും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ 1-2 പേരോട് നമുക്ക് ഇഷ്ടമുള്ളൂ. അതിലൊരാളാണ് ഇങ്ങേര്. വേറെ ഒരു ഇഷ്ടവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇഷ്ടങ്ങൾ തീർന്നോ? വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാവും. വേറെ എന്ത് ഇവിടെ പറയാൻ കൊള്ളുകയല്ലേ എനിക്ക്. പിന്നെ ഈ കറിയാച്ചൻ്റെ സക്കറിയ എന്ന എഴുത്തുകാരൻ്റെ എവല്യൂഷനിലെ, അത് കഴിഞ്ഞ് അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ പോയപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വായനയുടെ രീതികളിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നു. ലോക സാഹിത്യത്തെ കുറച്ചുകൂടി അടുത്തു നിന്ന് കാണുന്ന ഒരാളായി മാറി. അപ്പം അതിനുശേഷമുള്ള സക്കറിയയുടെ എഴുത്തുകളിലൊക്കെ കഥകളിലൊക്കെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, ഈ കഥകളിലൂടെ ജീവിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക്, നമുക്കറിയാം നമുക്കിവിടെ 2 തരത്തിലുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുണ്ടെന്ന് പറയാം മലയാളത്തിൽ. അതായത് മലയാളത്തിൽ എഴുതപ്പെട്ട സാഹിത്യകൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അങ്ങനെ കുറേ ആളുകളുണ്ട്. അതല്ലാതെ സക്കറിയ നേരിട്ട് ഇംഗ്ലീഷിലേക്ക് തന്നെ, ട്രാൻസ്ലേഷൻ അല്ലാതെ തന്നെ അദ്ദേഹം 2 നോവലുകൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അത് ഒരു തരത്തിൽ 2 പറയാം, ഒന്നിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്നും പറയാം, എന്ന് വേണമെങ്കിലും പറയാം അല്ലേ? പറയാം. അപ്പോൾ അത് ഈ മലയാളത്തിൽ നിന്നും എഴുത്ത് ഇംഗ്ലീഷിലേക്ക് മാറാനിടയായ അല്ലെങ്കിൽ മാറ്റാനിടയായ സാഹചര്യത്തെ പറ്റി കറിയാച്ചന് പറയാനുണ്ടാവുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ നമ്മുടെ എഴുത്തിൻ്റെ കാഴ്ചപ്പാടിലും അവതരണത്തിലും ഒക്കെയുള്ള നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ആ ക്രാഫ്റ്റിൽ
നമുക്ക് ബോധ്യപ്പെട്ട ചില വ്യത്യാസങ്ങൾ ഒന്ന് വായനക്കാർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ജോസേ, ഇതിനകത്ത് സംഭവിച്ചു ഇത്രയേ ഉള്ളൂ. ഞാൻ 16 വയസ്സ് വരെ വായിച്ച മലയാളമാണ് എന്നെ ഒരു മലയാളം എഴുത്തുകാരനാക്കി തീർത്തത്. അതിനുശേഷം പിന്നെ ഒരു 40-50 കൊല്ലം ഞാൻ വായിച്ച ഇംഗ്ലീഷാണ് എന്നെ ഒരു ഇംഗ്ലീഷിൽ എഴുതാൻ ധൈര്യപ്പെടുത്തിയത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. വായനയാണ് രണ്ടിൻ്റെയും ചോട്ടിൽ കിടക്കുന്നത്. വായനയാണ്. മലയാളത്തിൻ്റെ മാട്രിക്സ് എൻ്റെ തലയിൽ കിടന്നുകൊണ്ട്, മാട്രിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ എഴുത്തുകാരുടെയും ആ ഭാഷയുടെ പ്രയോഗവും അവർ ഭാഷ ഉപയോഗിച്ച രീതികളും അടക്കമുള്ള ഒരു സ്ട്രക്ചർ എൻ്റെ തലയ്ക്കകത്ത് കിടപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ എഴുതിയ മലയാളം. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ. ഞാൻ വാസ്തവത്തിൽ 16-ാം വയസ്സിന് ശേഷം ഞാൻ അധികം മലയാളം വായിച്ചിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് മാത്രമാണ്. ഇന്നും എൻ്റെ കളക്ഷനിലുള്ള ഒരു 5000 പുസ്തകത്തിൽ 4500 ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. അപ്പം ഇത് ഞാൻ അതുമായിട്ട് സ്നേഹത്തിൽ പെട്ടുപോയ ഇഷ്ടം എന്നുള്ള മുമ്പേ പറഞ്ഞ വാക്കിൽ ഒരിഷ്ടം ഇതാണ്. ഇംഗ്ലീഷ് എന്നെ എടുത്ത് മാറോട് ചേർത്ത ഒരു ഭാഷയാണ്, മലയാളം പോലെ തന്നെ. അപ്പം ഇത് എൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഇംഗ്ലീഷിലൂടെയാണ് ഉണ്ടായത്. കാരണം നമുക്കറിയേണ്ട, നമ്മൾ സ്വതന്ത്രമായി അറിയേണ്ട, നിഷ്പക്ഷമായി അറിയേണ്ട കത്തോലിക്ക സഭയുടെ ചരിത്രം ഉദാഹരണമായിട്ട് ഇതൊന്നും മലയാളത്തിൽ അവൈലബിൾ അല്ല. നമുക്ക് കത്തോലിക്ക സഭയുടെ ഒരു യഥാർത്ഥ ചരിത്രം മലയാളത്തിൽ കിട്ടില്ല. യേശുവിൻ്റെ ഒരു യഥാർത്ഥ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടുള്ള ചരിത്രം മലയാളത്തിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിവരങ്ങൾ അന്വേഷിച്ച് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാതെ നിവൃത്തിയില്ല, അങ്ങനെ ഒരു താല്പര്യമുള്ളവരാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ടൊക്കെയാണ് ഇംഗ്ലീഷിന് എൻ്റെ മേലൊരു വലിയ സ്വാധീനം ഉണ്ടായി. ആ സ്വാധീനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എനിക്ക് ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതാൻ, ഒരു നോവൽ എഴുതാനുള്ള ഒരു ആഗ്രഹം. അതിനു മുമ്പ് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ വാസ്തവത്തിൽ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും അതുപോലെയൊക്കെ ഉള്ളതിനകത്ത് പങ്ക്തികൾ എഴുതുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷിലുള്ളത്. അതിൽ നിന്ന് ഞാൻ ഫിക്ഷനിലേക്ക് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അത് ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ അതിനകത്ത് ഹ്യൂമർ കണ്ടമാനം വന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ആ പുസ്തകത്തിന്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വെട്ടിക്കുറച്ച്. കാരണം ഇംഗ്ലീഷിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒത്തിരി എഴുത്തുകാർ ഹ്യൂമറിസ്റ്റുകളാണ്. മലയാളത്തിൽ സഞ്ജയൻ തൊട്ട് EV കൃഷ്ണപിള്ള തൊട്ട് ഇങ്ങോട്ടുള്ളവരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള പോലെ ഇംഗ്ലീഷിലും എന്നെ PG വോട്ടോസോട് തൊട്ട് ഒത്തിരി പേരെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എഴുത്തിൽ മലയാളത്തിലും അല്പസ്വല്പം ഹ്യൂമർ വരാറുണ്ട്, അതുപോലെ ഇംഗ്ലീഷിലും വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇംഗ്ലീഷ് എൻ്റെ ഉള്ളിലൊരു സജീവമായ സാന്നിധ്യമാണ്. അതിലെഴുതാനുള്ള ഒരാഗ്രഹം എനിക്ക് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു. എനിക്ക് ഇത്രയും മാത്രം സുപരിചിതമായ, അറിയാവുന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, സുപരിചിതമായ ഒരു ഭാഷയിൽ ഒരു നോവൽ എഴുതിയാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇംഗ്ലീഷ് നോവൽ എഴുതി. ജോസെ, എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ആദ്യത്തെ എഴുതിയ നോവല് പിന്നെ അത് ഒരു റീറൈറ്റ് ചെയ്തെന്നോ റീക്രിയേറ്റ് ചെയ്തെന്നോ പറയാവുന്ന ഒന്നാണ്. ഈ റീക്രിയേഷനിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിനൊരു ഫേബിളിൻ്റെ സ്വഭാവം വളരെ കൂടുതലുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച്, അതായത് നമ്മുടെ കറിയാച്ചൻ്റെ മലയാള കഥകളിലെ ഈ ഫേബിൾ സ്വഭാവം അത്രയും ഉണ്ടെന്ന് പറയാം, ചിലതിനൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ നോവൽ എഴുതാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഈ ഫേബിളിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സവിശേഷമായ കാര്യമുണ്ടോ? കാരണമുണ്ട്. ജോസ, ഞാൻ മനഃപൂർവ്വം ഫേബിളിൻ്റെ ഇത് കൊടുത്തതല്ല. ഞാൻ എൻ്റെ പബ്ലിഷറോട്, നിങ്ങൾക്കറിയാം എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടെയാണ്, പെൻഗ്വിനിൽ അന്ന് കാർത്തിക കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന വെസ്റ്റ് ലാൻഡ് ഇതിലാണ്. അപ്പോൾ ഞാൻ കാർത്തികയോട് ഇത്രേ പറഞ്ഞുള്ളൂ, കാർത്തിക, മെയിൻ സ്ട്രീം നോവലുകൾ ഇംഗ്ലീഷിൽ എഴുതപ്പെടുന്നത് നിങ്ങളിവിടെ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു, ഡൽഹിയിലെയും ബാംഗ്ലൂരിലെയും മദ്രാസിലെയൊക്കെ കൊച്ചമ്മമാർക്ക് വേണ്ടിയാണ് മെയിൻ സ്ട്രീം ഇംഗ്ലീഷ് നോവലുകൾ എഴുതപ്പെടുന്നത്. എനിക്ക് കൊച്ചമ്മമാർക്ക് വേണ്ടി നോവൽ എഴുതാൻ എനിക്ക് അറിയില്ല. കുടുംബ ബന്ധങ്ങളും പൈസയുടെ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമൊന്നും പോലുമല്ല. ഈ ഉന്നത മധ്യവർഗ കുടുംബങ്ങളുടെ പ്രതിസന്ധികളാണ് ഒട്ടനവധി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലുകളുടെ വിഷയമായിട്ട് വരുന്നത്. അത് വായിക്കാൻ ഉന്നത മധ്യവർഗങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് ഞാൻ കുറ്റമായിട്ട് ഞാൻ പറയത്തുമില്ല. ഞാൻ കാർത്തികയോട് പറഞ്ഞു, കാർത്തിക, എനിക്കത് എഴുതാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത് എനിക്ക് ആ വർഗത്തെ എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഴുതാവുന്നത്
ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് മറ്റൊരു തരം കഥ, ഒരു 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 പോപ്പുലർ റൈറ്റർ, ഒരു ജനപ്രിയ നോവലുകൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ ഒരു പ്രബന്ധം എഴുതാൻ ശ്രമിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് വളരെ റിഡിക്യുലസ് ആയിട്ടുള്ള, ഒരു പ്രാധാന്യമില്ലാത്ത, എന്നാൽ ആ പ്രതിസന്ധി വെച്ചിട്ടാണ് ഞാൻ ഈ നോവൽ എഴുതിയത്. അയാൾക്ക് ഇത്രയും കാലം 130 പിന്നെ ജനപ്രിയ നോവലുകൾ, ഡിറ്റക്റ്റീവ് നോവലുകളും അതും പ്രണയ കഥകളും ഒക്കെ എഴുതിയ ഒരാൾ ഭൂതദയയെപ്പറ്റി ഒരു പ്രബന്ധം എഴുതാനിരിക്കുമ്പോൾ അയാൾക്ക് മുന്നോട്ട് പോകുന്നില്ല, അയാളുടെ എഴുത്ത് പോകുന്നില്ല. അപ്പം അപ്പോഴാണ് ഒരാരാച്ചാര അയാളുടെ സഹായത്തിന് വരുന്നത്. ഇത്രയേ ഉള്ളൂ കഥ. എഴുത്തുകാരൻ്റെ ഭാര്യയും പിന്നീട് രംഗപ്രവേശം ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇവരുടെ ഒരു പട്ടിയുണ്ട്, പട്ടിക്ക് ഇതിനകത്തൊരു റോളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു എനിക്ക് എഴുതാൻ തോന്നിയത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ യാതൊരു വക, ഇതെഴുതാനൊരു സന്തോഷം തോന്നി ഞാനിത് എഴുതി. ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ ഞാൻ ചിന്തിച്ചേ ഇല്ല. പിന്നീട് നോക്കിയപ്പോൾ അത് ഭയങ്കര തടിയനായി പോയി എന്നെനിക്ക് തോന്നി. 460-500 പേജുണ്ട്. ഷീലയ്ക്കൊക്കെ അതൊന്നുമല്ലേ? അതൊരു വലിയ വലിയ ചാലഞ്ചാണ് ഈ 460-500 പേജ് എഴുതുക എന്ന് പറഞ്ഞാൽ. അത് 2 എഡിഷനോ മറ്റോ പോയി. അപ്പം ഞാൻ പബ്ലിഷറെ മാറി. ഞാൻ പെൻഗ്വിനാണിപ്പം. ഞാൻ പെൻഗ്വിനോട് പറഞ്ഞു, നമുക്കിത് ഇറക്കുമ്പം ഇനി ഇതിറക്കാം, പക്ഷേ ഞാനിത് വെട്ടിച്ചുരുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ചെയ്തോളൂ. അങ്ങനെ ഞാൻ ആ 460 ഒരു 230-240 പേജാക്കി, പകുതി എന്ന് പറഞ്ഞ പോലെ ആക്കി വെട്ടിച്ചുരുക്കി. ഇതാണ് പഴയതിനേക്കാൾ മെച്ചം എന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ. വായനക്കാർക്ക് തോന്നുന്നു, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം വായനക്കാരുടെ ഫീഡ്ബാക്ക് ഒന്നും നമുക്ക് കിട്ടുകയല്ലോ. നമ്മൾ ഫേസ്ബുക്കിൽ ഇതൊക്കെ എടുത്തിട്ടെങ്കിലേ ഫീഡ്ബാക്ക് കിട്ടുകയുള്ളൂ. ഒന്നാമത് മലയാളികൾ പൊതുവിൽ ഇംഗ്ലീഷ് ഫിക്ഷൻ അധികം വായിക്കുന്നവർ അല്ല. അപൂർവം കുറച്ച് ആളുകൾ ഒഴികെ ഇന്ത്യക്കാർ. അല്ലെങ്കിൽ ഇപ്പോൾ അരുന്ധതി റോയ്, അരുന്ധതി റോയ് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് അരുന്ധതി റോയിയുടെ പഴയ അനുഭവമുണ്ട്, പഴയ നോവലിൻ്റെ അവർക്ക് നന്നായിട്ട് അറിയാം, കോൺഫിഡൻസ് ഉണ്ട്. അരുന്ധതി റോയെ വായിക്കും, അല്ലെങ്കിൽ മാർക്വസിനെ വായിക്കും. അതിനപ്പുറത്ത് ഹെമിംഗ്വേ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. ഗ്രഹാം ഗ്രീനെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ ബ്രാൻഡ് നെയിം വെച്ചിട്ടുള്ളൊരു വായനയാണ് മലയാളികളുടെ നല്ല പങ്കും വായന. അതൊരു പ്രശ്നമാണ്. പ്രശ്നമല്ല, നല്ല കാര്യമാണ്. കാരണം മാർക്കസ് നമ്മുടെ ഒരു മലയാളി എഴുത്തുകാരനായിട്ടാണ് മാർക്കസിനെ മലയാളികൾക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. അത് ചെറിയ കാര്യമല്ല. മാർക്കസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഈ ഫിനോമിനൻ ഉണ്ടായി. അദ്ദേഹം അതിൽ, എന്നോട് രവിയോ മറ്റോ പറഞ്ഞത്, അദ്ദേഹം അതിൽ വളരെ ഹാപ്പി ആയിരുന്നു. എൻ്റെ പുസ്തകങ്ങൾ കേരളത്തിൽ ഇതുപോലെ, പക്ഷേ അതിൻ്റെ വിവർത്തനത്തിൻ്റെ നിലവാരത്തെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞാൽ അങ്ങേര് കരഞ്ഞേനും, പൊട്ടിക്കരഞ്ഞേനും, അത് വേറെ കാര്യം. പക്ഷേ ഇതാണ് ഇതിൻ്റെ സത്യം. ഇവർ മനോരമ ഇദ്ദേഹത്തെ പ്രസിദ്ധീകരിച്ചല്ലോ, നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട എബ്രഹാം വർഗീസിൻ്റെ കവനന്റ് ഓഫ് വാട്ടർ. 900 എത്ര പേജ് അത്? 1000 പേജുള്ളൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമുക്കതുണ്ട്. പക്ഷേ എൻ്റെ പുസ്തകം കേരളത്തിൽ ആദ്യത്തെ പുസ്തകം 1000-1500 കോപ്പി വിറ്റു എന്ന് തോന്നുന്നു. രണ്ടാമത്തെ പുസ്തകം 3000 കോപ്പി അടിച്ച് ഇപ്പോൾ തീർന്നു. അതിൽ കേരളത്തിൽ 1000 കോപ്പി വിറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ്. പക്ഷെ നമ്മുടെ ഈ കണക്കുകളൊക്കെ രഹസ്യമാണ്, പുറത്ത് പറയാൻ പാടില്ലെന്നാണ് വെച്ച്. ഈ വായനക്കാരൻ്റെ, എൻ്റെയൊക്കെ ജനറേഷനിലുള്ള വായനക്കാരുടെ ഒരു മനസ്സെന്ന് പറയുന്നത്, ഇപ്പം കറിയാച്ചൻ നോവലുകൾ അത്ര വലിയ നോവലുകളല്ലെങ്കിലും മറ്റ് കുറച്ച് നോവലുകൾ, വിശേഷം ബിരാത്തോസെ, അങ്ങനെ ചില നോവലുകൾ എഴുതിയിട്ടുണ്ടല്ലോ. അത്ര വലുതല്ലെന്ന് മാത്രമേ. പക്ഷേ എന്നാലും എൻ്റെയൊക്കെ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള വായനക്കാരുടെ മനസ്സിലെ സക്കറിയ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇംഗ്ലീഷ് നോവൽ വായിച്ചതിന് ശേഷവും ഞാൻ കറിയാച്ചൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട കഥാകാരൻ എന്നുള്ള അങ്ങനെ. അപ്പം അത് ആളുകൾ എങ്ങനെയാണ് അങ്ങനെ കറിയാച്ചൻ എങ്ങനെയാണ് കറിയാച്ചനെ കാണുന്നത് ഇപ്പോൾ നോവലിന് ശേഷം? നോവലിന് ശേഷവും ഞാൻ എന്നെ കാണുന്ന ഒരു കഥാകാരനായിട്ടാണ് മാത്രമാണ്. വേറെ ഒരു തരത്തിലും എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. കാരണം നോവൽ എൻ്റെ പിടിക്ക് പുറത്താണ്. അത് വേറൊരു ഡിസിപ്ലിൻ വേണം, വേറൊരു ജീവിത ലോകവീക്ഷണം അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ശേഷി വേണം.
ഒരു തിരക്കഥ വരെ എഴുതാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ നോവലിൻ്റെ ഒരു ഇൻട്രിക്കസി, ആ വൈറ്റ് ക്യാൻവാസിൽ ഇതെല്ലാം കൂട്ടി കണക്ട് ചെയ്ത് ഞാൻ ചെറുകഥ എഴുതി ജീവിതത്തിൻ്റെ 60 കൊല്ലം ചെറുകഥ എഴുതി ജീവിച്ചവനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 6 പേജ് കഴിയുമ്പോൾ നമ്മുടെ പണി തീർന്നു. അവിടെ 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 കഴിഞ്ഞു കാര്യം. ആറാം പേജിൽ അവിടെ സംഭവിച്ച എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടായിക്കഴിഞ്ഞു. എല്ലാ അനുഭവങ്ങളും എല്ലാ സത്യങ്ങളും ഈ 6 പേജിനകത്ത് വരണം. അതിനപ്പുറത്തോട്ട് എനിക്ക് അത് ഞാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. ഇപ്പം ഞാനൊരു നോവൽ എഴുതുന്നുണ്ട്, അത് വേറെ കാര്യം. ഇങ്ങനെ നോവൽ എഴുതിയില്ലെങ്കിൽ വലിയ ഫിക്ഷൻ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നോവൽ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ്. നോവൽ എഴുതാതെ മരിച്ചു പോയാൽ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പബ്ലിഷേഴ്സ് അടക്കം എന്നോട് പറയും, നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ വഷളാവും. എത്രയും വേഗം ഒരു നോവൽ, ഇപ്പോൾ സുസ്മേഷ് 1500 പേജ് അല്ലേ സുസ്മേഷേ? 1100 പേജിൻ്റെ നോവൽ എഴുതിയ മനുഷ്യരിവിടെ ഇരിപ്പുണ്ട്. എനിക്കത് സ്വപ്നം കാണാൻ പോലും പറ്റുകയില്ല. വേണമെങ്കിൽ 1100-നെ 6 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന അത്രയും കഥകൾ എഴുതാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അപ്പം നമുക്ക് ഈ ചർച്ചയുടെ സ്വഭാവം ഇങ്ങനെ ഞാൻ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിനുപരിയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ സെക്രട്ടറിയുടെ പ്രിയപ്പെട്ട വായനക്കാർക്ക് ചോദിക്കാനുണ്ടാവും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാവും തോന്നും. സാറ് ഉരുളിക്കുന്നത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഒരുപാട് കരിതുപ്പിയ തീവണ്ടിയുമായിട്ട് ചെന്ന് നിൽക്കുന്നതിനെ കുറിച്ച്, പിന്നെ സെൻറ്റ് ഫിലോമിന കോളേജിൻ്റെ ആ കാലഘട്ടമൊക്കെ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. മൈസൂർ മല്ലിക, ആ മല്ലികപ്പൂവിൻ്റെ മണം ആസ്വദിച്ച് ആ വഴികൾ പിന്തുടർന്ന് സെൻറ്റ് ഫിലോമിന കോളേജിൽ എത്തുമ്പോൾ ആ കാലം നഷ്ടപ്പെടുകയാണ്, മാറ്റങ്ങൾ വരികയാണ്. പിന്നെ സാറ് അവിടെ ലോഡ്ജിൽ പോയി നിൽക്കുന്ന അത് പൊളിച്ചിട്ടിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ജേണിയിൽ ഇടക്കാലത്ത് സാറിനെ സജീവമായിട്ട് ഡൽഹിയിൽ കാണുന്നുണ്ട്, കേരള പ്രസ് ക്ലബിൻ്റെ പരിപാടികളിലും മറ്റുമൊക്കെ. അപ്പോൾ ഒരു 2-3 കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഒളിപ്പിക്കുകയാണ്. ഉരുളിക്കുന്നതിനപ്പുറം, മൈസൂരിനപ്പുറം ഡൽഹി അല്ലെങ്കിൽ അതുപോലെ മറ്റേതൊരു നഗരത്തിനെയാണ് സാർ വാരിപ്പുണരാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സെറ്റിലാകാൻ ആഗ്രഹിച്ചത്? കാലം അതിലെന്തെങ്കിലും കുസൃതി ഒളിപ്പിച്ച് താങ്കളെ തിരിച്ചെത്തിയതായിട്ട് കാണുന്നുണ്ടോ? രണ്ടാമതൊന്ന്, ഈ യേശുവിനെ കുറിച്ച് പറയുന്നു. യേശുവിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് കബളിപ്പിക്കുന്ന രീതിയിൽ ചർച്ച ഒരു കോർപ്പറേറ്റ് രീതിയിൽ പറയുന്ന കഥയൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത്, അതിനെ സത്യസന്ധമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ തന്നെയാണ് അതിനൊരു ഉത്തരം. പ്രായം കൂടും തോറും യേശുവിനെ കൂടുതൽ അറിയാനാണോ താങ്കൾ ശ്രമിക്കുന്നത്, അതോ അറിഞ്ഞിടത്ത് അത് നിർത്തിക്കൊണ്ട് പുതിയ പ്രയാണം തുടരാനാണോ ശ്രമിക്കുന്നത്? ആദ്യത്തേതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. എനിക്ക് അത് ഞങ്ങളിപ്പോൾ സംസാരിച്ച് വിട്ടുപോയ ഒരു സ്ഥലമാണ്. എന്നെ സംബന്ധിച്ചുള്ളൂ, മൈസൂർ എന്നെ ആക്കിയെങ്കിൽ, എൻ്റെ ആദ്യത്തെ കഥ മൈസൂറിലാണ് എഴുതിയെങ്കിൽ, രണ്ടാമത്തെ എന്നെ ഞാനാക്കിയ പൂർണ്ണമായിട്ടും ഒരു സ്വയം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാക്കി മാറ്റിയത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതും പിന്നെ പഠിപ്പിച്ചതും. 1 കൊല്ലം അവിടെ ബാംഗ്ലൂർ പഠിപ്പിക്കുകയും ചെയ്തു. ഈ 3 കൊല്ലം കൊണ്ട് അവിടുത്തെ പക്ഷേ എൻ്റെ കൂട്ടുകാർ എല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം സാഹിത്യ താല്പര്യരും വായനക്കാരും തർക്കക്കാരും ഒക്കെയാണ്. ബാംഗ്ലൂരിലെ ഒരൊറ്റ ലൈബ്രറിയാണ് എൻ്റെ ജീവിതം വീണ്ടും എടുത്ത് വട്ടം കറക്കി എന്നെ റീമേക്ക് ചെയ്ത് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി ബാംഗ്ലൂരിൽ. എൻ്റെ ജീവിതം, ഞാൻ MA ക്ലാസ് ആയതുകൊണ്ട് എപ്പോഴും ക്ലാസ്സിൽ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു 10-10:30 11 മണിയൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ പോയി തലയൊക്കെ കാണിച്ചിട്ട് ഞാൻ നേരെ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലേക്ക് പോയി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരും, ഞാൻ പ്രത്യേകമായിട്ടൊന്നുമില്ല. അവിടെ വന്നിരുന്ന് അസാധാരണമായ രീതിയിലുള്ള വായനയാണ് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി ഞങ്ങൾക്ക് സാധിച്ചത്. ഒരു വശത്ത് പുസ്തകങ്ങൾ, മറുവശത്ത് എൻകൗണ്ടർ മാഗസിൻ പോലെയുള്ള മാസികകൾ, ഏറ്റവും നല്ല ബ്രിട്ടീഷ് പ്രസിദ്ധീകരണങ്ങൾ, ഇൻ്റലക്ച്വൽ ആൻഡ് ലിറ്റററി. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ണ് തുറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഭവം. അതാണ് എന്നെ മാറ്റിമറിച്ചത്. എന്നെ ഒരു ഉരുളികുന്നത്തുനിന്ന് പോയ ആ പയ്യൻ വേറൊരു ജീവിയായിട്ട്, മറ്റൊരു തരം മനുഷ്യനും ജീവിയുമായിട്ട് പുനർജനിച്ചത് വാസ്തവത്തിൽ ബാംഗ്ലൂരിലാണ്. അപ്പോഴാണ് ഞാൻ സാർത്തനെ വായിക്കുന്നത്, കാഫ്കയെ വായിക്കുന്നത്, കാമുവിനെ വായിക്കുന്നത്. ഇതുപോലെ നമ്മൾ യൂറോപ്യൻ സാഹിത്യത്തിൻ്റെ ആധുനികതയുടെ ഒരു
കംപ്ലീറ്റ് പരിവേഷം ഞാൻ കണ്ടെത്തുക ചെയ്യുന്നത്. ആധുനികതയുടെ അതാണ് ഞാൻ ഉപയോഗിക്കേണ്ട വാക്ക്. ആധുനികത, ഓർഗനൈസ്ഡ് ആധുനികത എന്ന് ഞാൻ പറയും. കാരണം യൂറോപ്പിൽ അപ്പോഴത്തേക്കും ആധുനികത ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഞാൻ ഉൾക്കൊള്ളുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ്. അതെന്നെ മാറ്റി. ഞാൻ പിന്നീട് ഒരിക്കലും അതല്ലാതായി തീർന്നിട്ടേ ഇല്ല. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലുള്ള വിശ്വാസം നശിക്കാൻ തുടങ്ങുന്ന. ഉദാഹരണമായിട്ട് സാർത്രനെ വായിക്കുമ്പോഴാണ്. അതിലൊന്നും എനിക്ക് ഒരു ലജ്ജയില്ല. നമ്മൾ ഈ ക്രൈസ്തവ സഭയിലും യേശുവിലും ക്രിസ്തുമതത്തിലും എല്ലാം ഉള്ള ഇത്ര ദൈവിക വിശ്വാസങ്ങളില്ല. അതൊക്കെ സാർത്തനെയും ഒക്കെ വായിക്കുമ്പോൾ, ഇവരെയൊക്കെ വായിക്കുമ്പോഴാണ്. അവിടെ വെച്ചിട്ടാണ് ജെ കൃഷ്ണമൂർത്തിയെ വായിക്കുന്നത്. വീണ്ടും ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ നിന്ന് ജെ കൃഷ്ണമൂർത്തിയെ വായിക്കുമ്പം എൻ്റെ അതുവരെയുള്ള മുഴുവൻ മുൻവിധികളും എല്ലാ വിശ്വാസ സംഹിതകളും എല്ലാം ചവറ്റുകൊട്ടയിലേക്ക് പോയി. ഒറ്റ മനുഷ്യനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ രീതിയിൽ ബാംഗ്ലൂർ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കൊരു യു ആർ എ ഫ്രീ ബേർഡ്. അവിടെ ബാറുകളുണ്ട്, മദ്യപാനം നമുക്ക് ആരംഭിക്കാൻ പറ്റുന്നു ഉള്ള കാശ് കൊണ്ട്. അപ്പോൾ ₹1.40 ഉള്ളൂ ഒരു കുപ്പി ബിയറിന്. പക്ഷെ ₹1.40 ഒരു വിദ്യാർത്ഥിക്ക് താങ്ങാവുന്ന എമൗണ്ടൊന്നും അല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ആ ₹1.40 ഞങ്ങൾ മാനേജ് ചെയ്യും. അപ്പം ബാംഗ്ലൂരാണ് ഒന്ന്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ യേശുവിനെ നല്ലപോലെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. കാരണം യേശുവിനെ പറ്റി പറഞ്ഞ നുണകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവ വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നുണകൾ ഓരോന്നോരോന്നായിട്ട് മാറിപ്പോയി കഴിയുമ്പോഴാണ് അത് വായിച്ചെടുക്കാൻ തന്നെ ഒത്തിരി കാലമെടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം വെരി ഹാപ്പി ഐ നോ ഹിം. യേശു എന്നുള്ള എനിക്ക് അങ്ങേരുമായിട്ട് പ്രത്യേകിച്ച് വേറൊരു ബന്ധവുമില്ല. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ഈ പറഞ്ഞ പോലെ ഡീസൻറ്റ് മാൻ എന്ന് ഞാൻ വിളിക്കുന്ന ഒരാളാണ്. അത്രയേ ഉള്ളൂ. സാറ് മാർക്കേസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, മാർക്കേസിന് അറിയില്ലായിരുന്നു കേട്ടോ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച കാര്യം. എന്ന് മാർക്കേസിൻ്റെ എഡിറ്ററും ലിറ്റററി ഏജൻറ്റുമായിട്ടുള്ള കാർമൻ ബാൾസൽസ് എനിക്ക് അയച്ചിട്ടുള്ള ഒരു മെയില് ഉണ്ട്. ഹി വാസ് നോട്ട് അവെയർ അബൌട്ട് ദ മലയാളം ട്രാൻസ്ലേഷൻസ്. താങ്ക് യു. മലയാളത്തിൽ ഇത് വന്നിട്ടുണ്ടെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു കറിയാച്ച പറയാത്തൊരു കാര്യം ചോദിച്ചോട്ടെ. OV വിജയൻ, സക്കറിയ, ഇവർ പരസ്പരം എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പരസ്പരം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഡൽഹിയിലുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിരുന്നു വിജയൻ. ഞങ്ങളെക്കാളും മൂത്തതായിരുന്നു. ഞാൻ ഗോപകുമാർ, ഞങ്ങളുടെയൊക്കെ ഒരു എന്നെക്കാളും വിജയന് 10 വയസ്സെങ്കിലും കൂടുതലുണ്ട്. ബട്ട് വി വർ ഈക്വൽ ഫ്രണ്ട്സ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ വിജയനെയും വിജയനെ എവിടെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? മറ്റ് ചില ഇടപാടുകളിലൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യപാനത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിന് പകരം ഇത് കുടിക്കുകയെന്ന് പറയുന്നതല്ലാതെ വേറൊന്നുമില്ല. വിജയൻ എന്നെ അല്പം പോലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. എക്സെപ്റ്റ് ഡൽഹിയിലെ രാഷ്ട്രീയം, അവിടെ നടക്കുന്ന കള്ളക്കഥകൾ എന്തുമാത്രം ഭീകരമായൊരു കള്ളനാടകമാണ് ഡൽഹിയിൽ നിന്ന് അരങ്ങേറുന്ന രാഷ്ട്രീയം എന്നുള്ളതിലേക്കുള്ള വാതിൽ തുറന്നു തന്ന 2-3 പേരിൽ, ഒന്ന് VK മാധവൻകുട്ടി, ഒന്ന് വിജയൻ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രസ് ക്ലബിലുണ്ടായിരുന്ന പല സുഹൃത്തുക്കൾ. ഇവരിലൂടെയാണ് ഞാൻ വാസ്തവത്തിൽ ഡൽഹിയിൽ ഇന്നും അന്നും എപ്പോഴും ആദ്യത്തെ നെഹ്റു മന്ത്രിസഭ തൊട്ട് അരങ്ങേറിക്കൊണ്ടിരുന്ന ഈ വ്യാജ നാടകത്തിൻ്റെ ഉള്ളുകളിലേക്ക് എനിക്കൊരു വാതിൽ തുറന്നു തന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഒരു രാഷ്ട്രീയ മനുഷ്യനായി തീരാൻ തുടങ്ങുന്നത്. അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഞാനൊരു രാഷ്ട്രീയ മനുഷ്യനായി. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഒരു 4-5 പേര് ഒന്നിച്ചു ചേർന്ന് ഒരു വീടിൻ്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്നാൽ ഈ രാജ്യത്തെ ഒരു പുഷ്പം പോലെ പിടിച്ചെടുക്കാമെന്നുള്ള കഥ എനിക്കന്നാണ് മനസ്സിലായത്. ഒരു പുഷ്പം പോലെ. അതോടുകൂടി എൻ്റെ ഇന്ത്യക്കാരത്വം പൂർത്തിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതറിഞ്ഞുകൂടെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ജനാധിപത്യം. അപ്പോൾ വിജയനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക്, രഹസ്യങ്ങളിലേക്ക് എനിക്ക് വാതിൽ തുറന്നു വന്നത് വിജയനാണ്. സാർ നമസ്കാരം. സാറിനോടിപ്പോൾ ഞാൻ ചോദിക്കാൻ വെച്ച ചോദ്യം ഇദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു. എങ്കിലും സാർ, എനിക്ക് തോന്നുന്നു സാർ എഴുതിയ സഞ്ചാര സാഹിത്യം അധികം ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ കൂടെ മനോഹരമായി ഞാൻ പലതും വായിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ സത്യം പറഞ്ഞാൽ അത്
ഈ പൊറ്റക്കാട് നമ്മളൊക്കെ കേട്ട് വെച്ചിരിക്കുന്ന പൊറ്റക്കാടിലാണല്ലോ നമ്മുടെ മൊത്തം സാധ്യത. അപ്പോൾ ഒരു വേള പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യമൊക്കെ താങ്കളെ സ്വാധീനിച്ച് കാണുകയല്ലേ? ഒരു സംശയം. ഞാൻ ആ ഒരു മീനിങ് അല്ല ചോദിച്ചത്, സ്വാധീനിച്ചെന്നുള്ള ആ സ്റ്റൈലല്ല ചോദിച്ചത്. താങ്കളുടെ യാത്രയിൽ അതൊരു പ്രചോദനമായിട്ടില്ലേ എന്നൊരു ചോദ്യം. പരിപൂർണമായിട്ടും അദ്ദേഹം മാത്രമായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞ പോലെ 1001 രാവുകൾ കഴിഞ്ഞാൽ പിന്നെ പൊറ്റക്കാടാണ് എന്നെ ഇറക്കി നടത്തിയത് പുറത്തോട്ട്. അതുപോലെ ചിന്താരവി അതുപോലെയുള്ളവരൊക്കെ ഉണ്ട്, സാറിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ടവരൊക്കെ ഉണ്ടോ ചിന്താരവി? അതുപോലെ ഡൽഹിയിലുള്ള ഈ സേതു സാറ് ഇതുപോലെയുള്ള പിന്നെ ബാക്കിയുള്ള അരവിന്ദൻ ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ, രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഈ സമയത്ത് പങ്കുവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ സന്തോഷമാണ്. ഇല്ല, ഞാൻ അങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നവനല്ല. അവരിലൊക്കെ മരിച്ചും പോയി, ഇനി അത് മിണ്ടാനും പാടില്ല. അതില്ല, ഞാൻ പക്ഷേ താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. പൊറ്റക്കാടാണ് എൻ്റെ ആരാധനാ പുരുഷൻ. എന്നെ ഞാൻ പൊറ്റക്കാടിൻ്റെ ഫിക്ഷൻ വായിച്ചുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ അപ്പനൊരു യാത്രാവിവരണ വായന ഭ്രാന്തനായിരുന്നു. അപ്പം തൃശ്ശൂർ പോയിട്ടാണ്, അന്നത്തെ പബ്ലിഷേഴ്സിൻ്റെ പേര് ഞാൻ മറന്നുപോയി, തൃശ്ശൂർ അല്ലല്ല പൊറ്റക്കാടിന് കർണാടകയ്ക്ക് മുമ്പ്, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പി കെ ബ്രദേഴ്സ്. തൃശ്ശൂർ പോയിട്ട് അപ്പൻ തൃശ്ശൂർ പോയി പുസ്തകം മേടിച്ചുകൊണ്ട് വരികയായിരുന്നു പൊറ്റക്കാടിൻ്റെ ഇറങ്ങുമ്പോഴേ. അപ്പം അത് വായിച്ച് ആണ് ഞാൻ ലോകത്തിലേക്ക് കടക്കുന്നത്, കേരളത്തിനും ഇന്ത്യക്കും പുറത്ത് വേറെ ലോകങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത്, അത് കാണണം എന്നുള്ള ആഗ്രഹമുണ്ടാകുന്നത്. ഞാൻ അതിന് പുറകെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ വിദേശയാത്രയല്ല, ആദ്യത്തെ ഓർഗനൈസ്ഡ് യാത്രാവിവരണം എഴുതാനുള്ള യാത്ര. അങ്ങനെയാണ് ഞാൻ ആഫ്രിക്കയ്ക്ക് പോയത്. അത് പൊറ്റക്കാട് പോയ അതേ വഴി രണ്ടാമതൊന്നുകൂടി ആ വഴിയെ പോവുക എന്നുള്ളതായിരുന്നു. താഴെ കേപ്പ് ടൗൺ തൊട്ട് മുകളിൽ കെയ്റോ വരെ ഉള്ള ഒരു 6000 കിലോമീറ്റർ, 6000-7000 കിലോമീറ്ററാണ്. 5 മാസം കൊണ്ട് ഞാനത് പൂർത്തിയാക്കി പൊറ്റക്കാട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര. ആ പൊറ്റക്കാടിൻ്റെ പാതയിലൂടെ ആയിരുന്നു. സാറ് സാഹിത്യത്തിൻ്റെ ഒരു തലമുറയുടെ എഴുത്തുകാരനാണ്. അത് പുതിയ ആൾക്കാരും ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ജെൻസി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ജെൻസി എന്ന് പറഞ്ഞിട്ട് പുതിയ യങ്സ്റ്റേഴ്സ്. അവരെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സാഹിത്യത്തിൻ്റെ, അതായത് ജെൻസിനോട് കൺസിഡർ ചെയ്താൽ ഇന്നത്തെ സാഹിത്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് സാറിന് പറയാൻ പറ്റും? അതായത് പഴയ ആൾക്കാരെ അവർ അങ്ങനെ അപ്പാടെ വിഴുങ്ങുന്ന എനിക്ക് തോന്നിയില്ല, മനസ്സിലാവുന്നില്ല, വായിക്കണമില്ല. പക്ഷെ ജെൻസിയുടെ അതിൽ എന്തായിരിക്കാം സാഹിത്യത്തിൻ്റെ, മലയാള സാഹിത്യത്തിൻ്റെ ഭാവി എന്ന് സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇത് പണ്ട് ഞങ്ങൾ എഴുതി തുടങ്ങുമ്പോഴും ചോദിച്ചിരുന്ന ചോദ്യം ഏത്, ഇവരെ പോലെയുള്ള താങ്കളിത് തമാശാക്കി പറയല്ല. ഞാൻ ഇപ്പോൾ മുകുന്ദനും വിജയനും ഞാനും കുഞ്ഞബ്ദുള്ളയും ഒക്കെ എഴുതുന്ന ആ കാലത്തെ, സേതു എഴുതുന്ന കാലത്ത് ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നിരൂപണം ഇവരെഴുതുന്ന എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതായിരുന്നു. അത് അന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് നിരൂപണമായിരുന്നു. ദുരൂഹത എന്നുള്ള വാക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നിരൂപണം, ഇത് സാഹിത്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മലയാള സാഹിത്യം എവിടെ എത്തും എന്ന് ഉള്ള ചോദ്യം വളരെ കോമൺ ആയിരുന്നു. എനിക്കൊന്നും ഇത് ആദ്യം മനസ്സിലായിട്ടില്ല. ഞാൻ എഴുതുന്ന സാധനം ദുരൂഹമാണെന്നും മറ്റും എനിക്കന്ന് സത്യത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല. പതുക്കെയാണ് ഇപ്പം ഞാൻ ഒരിക്കലും ദുരൂഹമായിട്ട് ഒന്നും എഴുതുകയില്ല. ഇന്ന് ഞാൻ ജെൻസിയെ കണ്ടിട്ടല്ല, ദുരൂഹത ആവശ്യമില്ല എന്ന് ഇപ്പോഴാണ് തലയ്ക്കകത്ത് ബുദ്ധി കയറുന്നത്. പക്ഷേ അന്ന് എഴുതിയതും മിനിമം ദുരൂഹത വെച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഒന്നാമത് പക്ഷെ ദുരൂഹത വാസ്തവത്തിലേ മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല, നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ എഴുതുന്ന ദുരൂഹമായി പോവുകയാണ്, എന്ത് ചെയ്യാനാണ്? ഇതാണ് സംഭവിച്ചത്. ഇന്നിപ്പം ജെൻസി എഴുതുന്നത് അവർക്കിഷ്ടമുള്ള സാധനമാണ് അവരെഴുതുന്നത്. അവരത് എഴുതട്ടെ, അതെഴുതി അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോട്ടെ. പിടിച്ചു നിൽക്കുന്നവർ പിടിച്ചു നിൽക്കും. വേറൊരു സാഹിത്യം ഇവോൾവ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. മലയാള കവിതയിൽ എന്തെല്ലാം ഈ ജെൻസി ഇന്നിപ്പോൾ ഫിക്ഷൻ്റെ കാര്യം മാത്രമല്ലേ പറയുന്നത്, കവിതയിൽ വന്ന മാറ്റങ്ങൾ, കവിതയിൽ 25 കൊല്ലം മുമ്പ് ജെൻസി ഫിക്ഷനിൽ കൊണ്ടുവന്ന പോലെയുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ലല്ലോ, ഇന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഫിക്ഷനിൽ മാറ്റം വരികയും അവരിൽ ചിലരുടെ വിൽപ്പന ഇതുവരെ നടന്നു വന്നതിനേക്കാളിൻ്റെയൊക്കെ ഒരു മടങ്ങല്ല, 1000, 100 മടങ്ങല്ല, അതിൽ കൂടുതൽ മടങ്ങ് വിൽപ്പന വരികയും ചെയ്തപ്പോഴാണ് ആളുകൾ വറീഡാകുന്നത്, ആശങ്ക ഉണ്ടാകുന്നത്.
ഒരു കുഴപ്പമില്ല. അത് അതിൻ്റെ ഒരു വഴിക്ക് പൊക്കോളും. മുകുന്ദനും ഇന്ന് വിൽപ്പനയുണ്ട്. കെ ആർ മീര ജെൻസി അല്ല, കെ ആർ മീര ഞങ്ങളുടെ തലമുറയല്ല, ഇടയ്ക്ക് നിൽക്കുന്ന മീരയ്ക്കും ആറുണ്ണിക്കും എല്ലാവർക്കും വിൽപ്പനയുണ്ട്. മലയാളം ഒരു അത്ഭുതകരമായ ഭാഷയാണ്, ഒരു 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 സമൂഹം ആ രീതിയിൽ. ഏത് തരത്തിലുള്ള റീഡബിൾ ആയിട്ടുള്ള നല്ല എഴുത്ത് വന്നാലും അതിനെ സ്വീകരിക്കാൻ മലയാളികളുണ്ട്. അത് കേരളത്തിൽ, അത് ഇന്ത്യയിൽ മറ്റൊരു സമൂഹത്തിലും ഇത് കിട്ടത്തില്ല. ഇത് എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്രയും പൊളിറ്റിക്കലായിട്ടും ഇത്രയും മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കുന്ന മലയാളികൾ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാഹിത്യത്തെ അവർ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാര്യം. നമസ്കാരം സാർ. ഈ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ അതിശക്തമായി പ്രതികരിച്ചിരുന്ന സക്രിയ അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം പോലുള്ള അവാർഡുകൾക്ക് ശേഷം വാക്കുകളുടെ ശക്തി കുറച്ചോ എന്നൊരു സംശയം തോന്നുന്നു. ബാക്കിയുള്ള വാക്കുകളുടെ ശക്തി കുറഞ്ഞോ പോയോ എന്നൊരു സംശയം. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടോ? അയ്യേ, ഒരു കാര്യമില്ല. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പേരത്തിൽ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവരുടെ പാടായി, ഞാൻ എൻ്റെ പാടായി. അതിന് മുമ്പായിരുന്നു ഞാൻ കുറയ്ക്കേണ്ടിയിരുന്നത്, കിട്ടിയിട്ടല്ലല്ലോ. കിട്ടാനായിട്ടല്ലേ ഞാൻ കുറയ്ക്കേണ്ട യുക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് മുമ്പിലല്ലേ നമ്മൾ കാല് പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യേണ്ടത്. കിട്ടിക്കഴിഞ്ഞാൽ ഈ പാലം കടന്നാൽ കൂരായണ എന്നല്ലേ പറയേണ്ടത്. തെറ്റിപ്പോയി, റോങ്. വേറെ ചോദ്യങ്ങൾ ഉണ്ടോ? സാർ എപ്പോഴും എൻജോയ് ചെയ്തിട്ടുള്ളൊരു റോള് ഐക്കണോക്ലാസ്റ്റിൻ്റെ ആണോ എന്ന് അറിയാനായിട്ടൊരു താല്പര്യമുണ്ട്. പണ്ട് അമൃതാനന്ദമയിയുടെ കേസിൽ, മറ്റേ സത്നാം സിംഗിൻ്റെ കേസിലൊക്കെ എഴുതിയത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ പലപ്പോഴും ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ സാർ എപ്പോഴും അഭിപ്രായം പറയുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു സംഭവം സാർ എത്രത്തോളം? ഇത്രയേ ഉള്ളൂ. നമ്മൾ എഴുത്തുകാരൻ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ലെങ്കിൽ എഴുത്തുകാരനായിട്ട് കാര്യമില്ല. പിന്നെ അത് എത്രമാത്രം നമ്മൾ പുറത്തോട്ട് പറയുന്നു, എഴുതുന്നു, പ്രസംഗിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഓരോ എഴുത്തുകാരൻ്റെയും ചോയ്സാണ്. ഞാൻ ഒരു മണ്ടനായതുകൊണ്ട് ഞാൻ കുറേ കാലം ഈ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംഭവം എഴുതിയും പറഞ്ഞും പ്രസംഗിച്ചും നടന്നു. ഒത്തിരി ശത്രുക്കളെ ഉണ്ടാക്കി. ഇവിടെ എങ്ങും ഒരു ചെറിയ ഉറുമ്പിന് പോലും ഒരു മാറ്റം വന്നിട്ടില്ല. ഒന്നും സംഭവിച്ചില്ല. ഞാൻ വെറുതെ ഒരു പെർഫോമറായെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അപ്പം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഐ ആം വേസ്റ്റിംഗ് മൈ ടൈം. എൻ്റെ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള ഫെയ്ത്ത്, വിശ്വാസം, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ, എൻ്റെ തലച്ചോറിനകത്ത് ഇരിക്കേണ്ട കാര്യമാണ്. ഞാൻ എഴുതുമ്പോൾ അതിനെപ്പറ്റി ആയിരിക്കില്ല എൻ്റെ കഥ. പക്ഷേ അത് ഓരോന്ന് എഴുതുമ്പം ഞാൻ ഒരു പ്രോ വിമൻ സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്, പ്രോ പൂവർ സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. ഇതെല്ലാം ഇത്തരം പൊളിറ്റിക്സ് മുഴുവനും നമ്മുടെ ഇതൊന്നും ഞാൻ കഥയാക്കി മാറ്റേണ്ടതല്ല. അപ്പം ഞാൻ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയാലും ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദറ്റ്സ് നോ നീഡ്. പണ്ട് ഒരു ബുദ്ധിജീവികളെ കൊണ്ടുവന്ന് പ്രയോജനം എന്നും പറഞ്ഞൊരു ഒരു കാര്യമാണ് അത്. ആ കാര്യത്തിലുള്ളൊരു നിലപാടും. പിന്നെ സാറിന് കേരള കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളൊരു പഴയ കാലത്തിൽ അങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി അറിയാനായിട്ട് താല്പര്യമുണ്ട്. ബുദ്ധിജീവികളെ കൊണ്ടുള്ള പ്രയോജനം എന്നുള്ളതിനെ പറ്റി എന്താ അറിയേണ്ടത്? അല്ല, അന്നത്തെ ആ സ്റ്റാൻഡ് തന്നെയാണോ ഇപ്പോഴും? അതെയല്ലോ, അതെ. അതിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മണ്ടച്ചാരായിരുന്ന കാലത്ത് എഴുതിയതാണ്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസംഗമായിരുന്നു, അതൊരു പ്രസംഗമായിരുന്നു. SPCS നടത്തിയ ഒരു പ്രഭാഷണമായിരുന്നു. SPCS ഇവിടെ രശ്മി ഇവിടെ ഇരിപ്പുണ്ട്. അതെ. SPCS നടത്തിയ കാരൂർ സ്മാരക പ്രഭാഷണമായിരുന്നു. അത് കേൾക്കാനുണ്ടായിരുന്നത് 10 പേരാണ്. 10 പേർ. ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ. അപ്പം ഞാൻ അത് പ്രിപ്പയർ ചെയ്തൊരു പ്രസംഗമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ജോസഫ് മനോരമയിൽ നിന്ന് ആരോ വന്ന് അതെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് അത് കേരളത്തിൽ ഒട്ടാകെ അവരുടെ വാരാന്ത്യപ്പതിപ്പിനകത്ത് പ്രസിദ്ധീകരിച്ച്. അത് നല്ല 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ ഒരു നല്ല സെക്രട്ടറി ഉണ്ടായിരുന്നു, നല്ല രസികനായ മലബാറുകാരൻ, ഒരു മലബാറിൽ നിന്ന് വന്ന ഒരു
പൂച്ചാലി Yes. ഗോപാലൻ. പൂച്ചാലി ഗോപാലനാണ് എന്നെ അത് പറയാൻ പ്രേരിപ്പിച്ചതും വിഷയം ഞാൻ തിരഞ്ഞെടുത്തു. പക്ഷേ ഇത് ചെയ്തത് എനിക്കിപ്പോഴും ഇത് വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്, ഒരു വലിയൊരു നല്ലൊരു കണ്ണൂർ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അല്ലേ, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കേരള കോൺഗ്രസുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ട്. കാരണം കെ എം മാണി പാലായിലാണ്, ഞാൻ പാലായിക്ക് അടുത്താണ്. അതെ ഉണ്ട്. സാറ് ഒരു ചോദ്യം സാറ് ചോദിക്കാം. സാറ് മറ്റേ രാധ മാത്രം ഉണ്ണി എന്ന കുട്ടി ഒക്കെ എഴുതുന്ന സമയത്തുള്ള ദുരൂഹത വെടിഞ്ഞ് ഇപ്പം പറക്കും സ്ത്രീ കരണം പുച്ചയിലൊക്കെ എത്തുമ്പം കുറേ റീഡബിലിറ്റിയും അണ്ടർസ്റ്റാൻഡബിലിറ്റിയും ഭയങ്കര കൂടിയിട്ടുണ്ട്. ഇത് സാറ് അപ്പം ഞാൻ ജനറലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സാഹിത്യ സൃഷ്ടികൾക്ക് റീഡബിലിറ്റി അണ്ടർസ്റ്റാൻഡബിലിറ്റി ഒക്കെ എത്രത്തോളം വേണമെന്നാണ് ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും വേണം. നമ്മൾ എഴുതുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകലും എഴുതിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാനത് പതുക്കെ ക്ലാരിറ്റി ഞാൻ കൂടുതൽ മനഃപൂർവ്വം എൻ്റെ ഭാഷയിലും കഥ പറയുന്ന രീതിയിലും അതിൻ്റെ വ്യക്തതയിലും അത് പറയുന്നതിനെ പറ്റിയുള്ള ഇത് എന്നാലാവും വിധം ആ ക്രാഫ്റ്റിനകത്തേക്ക് ഞാൻ ക്ലാരിറ്റി കൊണ്ടുവന്നു. അപ്പോൾ ക്ലാരിറ്റി കൊണ്ടുവരുമ്പോൾ എനിക്ക് ആ കഥയ്ക്കൊരു അഡീഷണൽ ബലം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൃത്യമായി ഇത് വന്നു കഴിയുമ്പോൾ സംഭാഷണത്തിലും വിവരണങ്ങളിലും ഒക്കെ നമ്മൾ പറയുന്ന കാര്യം എത്രമാത്രം കോംപ്ലക്സ് ആണെങ്കിലും അത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് ഞാൻ കരുതുന്നത്. പിന്നെ എനിക്ക് ഈ കാൽപ്പനികതയോട് വലിയ വിരോധമുണ്ട്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒരു വാക്ക് പോലും കാൽപ്പനികമായ ഒരു വാക്ക് എൻ്റെ നാവിൻ്റെ തുമ്പത്തോട്ട് കയറി വന്നാൽ അന്നേരം ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ താഴേക്ക് എന്തെല്ലാമാണോ ഉള്ളതെന്ന് നോക്കി ഏറ്റവും താഴത്തെ വാക്ക് അതിനെടുത്ത് അവിടെ വെക്കും, ഉതകുന്നതാണെങ്കിൽ. അപ്പം ഈ തരത്തിൽ എനിക്ക് തോന്നുന്നത് നല്ല ഗദ്യം എന്ന് പറയുന്നത് ലളിതമായ ഗദ്യമാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതുവരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നല്ല ഗദ്യം ഇംഗ്ലീഷിലും ലളിതമായ ഇംഗ്ലീഷ്. ഞാൻ പലപ്പോഴും ഓർക്കും നമ്മുടെ ഇതിലൊക്കെ ഞാൻ എന്നെ ചില ധനികരായ സുഹൃത്തുക്കൾ സഹായിക്കുന്നതുകൊണ്ട് ഈ ലണ്ടൻ ലണ്ടൻ റിവ്യൂ ബുക്സും ലിറ്റററി റിവ്യൂ ഒക്കെ എനിക്ക് പ്രിൻ്റ് എഡിഷൻ കിട്ടുന്നുണ്ട്. അത് മുഴുവൻ പുസ്തക നിരൂപണങ്ങളാണ്. വാസ്തവത്തിൽ ഞാൻ ഒരു രഹസ്യം പറയുകയാണ്, ഇത് രണ്ടും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാസ്തവത്തിൽ പിന്നെ ലണ്ടൻ റിവ്യൂവിൽ മാസത്തിൽ ഒരെണ്ണമാണ്, ഒരു 60 പുസ്തകങ്ങൾ അതിനകത്ത് റിവ്യൂ ചെയ്തിരിക്കും. LRBക്കകത്ത് ഒരു 20 പുസ്തകങ്ങൾ കോണ്ടംപററി. ഇത് വായിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പുസ്തകം വായിക്കാനൊന്നും മെനക്കെട്ടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. യു ആർ അപ്പ് ടു ഡേറ്റ്. അപ്പം ഇത് വായിക്കുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ഏറ്റവും കോംപ്ലക്സായ വിഷയങ്ങൾ എത്ര മനോഹരമായ ലാളിത്യത്തോടെയാണ് ഇംഗ്ലീഷിൽ അവരിന്ന് എഴുതുന്നതെന്നുള്ളത്. അത് നമുക്ക് മലയാളത്തിൽ സാധിക്കുന്നേ ഇല്ല. മലയാളത്തിലെ എനിക്കറിയാവുന്ന ഒരൊറ്റ നിരൂപകനെ പോലും എനിക്ക് ഇതുവരെ വായിച്ച് ഒരു വാക്കുപോലും മനസ്സിലായിട്ടില്ല. ഒരു ചോദ്യം കൂടി അനുബന്ധമായിട്ട്. അപ്പോൾ അത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. എത്ര സങ്കീർണമായ ആശയവും ലളിതമായ ഗദ്യത്തിൽ പ്രകടമാക്കാൻ കഴിയുമെന്ന് താങ്കൾ ഇത്ര കാലത്തെ എഴുത്ത് ജീവിതത്തെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ? എത്ര സങ്കീർണമായ ആശയവും ലളിതമായ ഗദ്യത്തിൽ പ്രകടമാക്കാൻ കഴിയുമെന്ന് കഴിയുമെന്ന് കാരണം ഞാൻ ചോദിക്കാൻ കാരണം, താങ്കളുടെ സുഹൃത്തായ തോമസ് ജോസഫിന്റെ കഥകളെ മെറ്റഫറിക്കൽ ലാംഗ്വേജിനെ കുറിച്ച് പ്രകൃതിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏത് സങ്കീർണമായ ആശയവും ലളിതമായ ഗദ്യത്തിൽ പ്രകടമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഓരോ കഥയിലും ചെയ്തു വെച്ചത്. തോമസിനെ ആർക്കും വേണ്ട. തോമസ് മരിച്ചു. തോമസിൻ്റെ പ്രിയ സുഹൃത്ത് ജോർജ് ജോസഫ് ഇവിടെ ഇരിപ്പുണ്ട്. തോമസിൻ്റെ ഓരോ കാര്യങ്ങളും അറിയാവുന്നയാൾ. തോമസ് ജോസഫ് മലയാളത്തിലെ കഴിഞ്ഞ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല 10 കഥകളെടുത്താൽ അതിൽ ഒരെണ്ണം തീർച്ചയായിട്ടും എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ തോമസിനെ ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് താങ്കളത് കൃത്യമായിട്ട് പറഞ്ഞു. വളരെ വളരെ സങ്കീർണമായ രഹസ്യാത്മകമായ കാര്യങ്ങളാണ് തോമസ് ഏത് ശിശുവിനും 1ാം ക്ലാസ്സിൽ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്ന ഒരു കൊച്ചിന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയത്. തോമസിനെ മലയാളത്തിലെ എല്ലാ പ്രധാന പ്രസാധകരും തഴഞ്ഞു. ആരും തോമസിനെ പ്രസിദ്ധീകരിക്കുകയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ വി ഹാവ് ലോസ്റ്റ് എ ഗ്രേറ്റ് ജീനിയസ് തോമസിൽ
തോമസ് മരിക്കുമ്പോൾ നിർഭാഗ്യകരമായ മരണമായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് സാധിക്കും. അത് വാസ്തവത്തിൽ ഇഫ് യു ആസ്ക് മീ, തോമസൊക്കെയാണ് എൻ്റെ മലയാളത്തിലെ മോഡൽ. എൻ്റെ മലയാളത്തിലെ അടിസ്ഥാന മോഡൽ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിലും നന്നായിട്ട് ആരും മലയാളം എഴുതുക എനിക്കറിഞ്ഞുകൂടാ. ഇന്ദുചൂടൻ എഴുതിയ കേരളത്തിലെ പക്ഷികളാണ് ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് പ്രോസ് ഇൻ മലയാളം. ഞാൻ ഇവിടെ ഇതിങ്ങനെ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ. അപ്പം തോമസ് ഫിക്ഷനിൽ തോമസ് ആണ്. ഇതൊക്കെയാണ് സോറി നമ്മൾ കണ്ട പറയുക. നമുക്ക് എങ്ങനെയാണ് ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അപ്പോൾ 1 മണിക്കൂറാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവകാശം. എനിക്കിഷ്ടപ്പെട്ട ഒരു കഥാകൃത്താണ് സക്കറിയ. അടുത്ത കാലത്ത് 2 കഥകൾ ഒരേ സമയത്ത് വായിക്കാൻ ഇടയായി. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു സാദൃശ്യം, ചിലപ്പോൾ 30 വർഷങ്ങളുടെയൊക്കെ അകലം ഉണ്ടാകാം. സക്കറിയയുടെ അശ്ലീലം വരുത്തിവെച്ച വിന ഒരു പോംവഴി സഹിതം എന്നൊരു കഥയും പ്രിയ ജോസഫിൻ്റെ കന്യാവ്രതക്കാരൻ്റെ കാവൽക്കാരൻ എന്ന കഥയുമാണ്. മാണിയും ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന ഒരു സമാഹാരം മാതൃഭൂമി ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം 1991-92 അടുപ്പിച്ച് ഗൃഹലക്ഷ്മിയുടെ അവാർഡ് കിട്ടി. പിന്നീട് ദീർഘകാലം അമേരിക്കയിൽ ജീവിക്കുകയും അടുത്ത കാലത്ത് എഴുത്തിലേക്ക് കടന്നു വരികയും ചെയ്ത ആളാണ് പ്രിയ ജോസഫ്. എനിക്കറിയാം. അപ്പൊ ഈ രണ്ടും കത്തോലിക്ക ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കഥകളാണ്. ലൈംഗികത, മതബോധം, സദാചാരം ഇങ്ങനെയൊക്കെ പറയുന്ന ആ നിർബന്ധങ്ങൾ അല്ലെങ്കിൽ ആ മതശാഠ്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഇപ്പൊ 30 വർഷങ്ങൾക്ക് ശേഷവും ഇതേ മതശാഠ്യത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് ഹ്യൂമറിന്റെ ഒരു വലിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 2 കഥകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രിയ ജോസഫിന്റെ കഥ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ വായിച്ചില്ല. പ്രിയന്റെ ഒരു സുഹൃത്താണ്, പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. വളരെ രസകരമായിട്ടുള്ള ഒരു സാദൃശ്യം എനിക്ക്. കാരണം താങ്കൾ പറഞ്ഞ ഈ മതശാഠ്യങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രിയ അതിനോട് ഇൻ ഹെർ ഓൺ വേ പ്രതികരിച്ചതാകാനാണ് വഴി. ഇപ്പം ഞാനത് എഴുതുന്ന കാലത്ത് ഈ പറഞ്ഞ ശാഠ്യങ്ങളെല്ലാം വളരെ മോശമായിരുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് സഭ തന്നെ അഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. അഴുകി എന്നല്ല ഞാൻ പറഞ്ഞത്, അഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒത്തിരി വലിയ പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് 1 മണിക്കൂർ നീണ്ടു നിന്ന ഈ ചർച്ച സാർത്ഥകമായി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അവസാനിപ്പിക്കാം.